മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയെങ്കിലും സ്വന്തം മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടണം. അതിനുവേണ്ടി നടത്തുന്ന പല രീതിയിലുള്ള നാണംകെട്ട കളികളിൽ ഒന്നാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ചുമതലയുള്ള തൻ്റെ മരുമകനെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് ആ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള എം.ബി. രാജേഷ്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹത്തിനെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു നാണംകെട്ട കളിയാണ് കളിച്ചിരിക്കുന്നത്. CPIM-ൽ എം.ബി. രാജേഷിൻ്റെ അത്ര സീനിയോറിറ്റി ഒന്നും മുഹമ്മദ് റിയാസിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം, മുഹമ്മദ് റിയാസിനെ ഒരു മന്ത്രിയാക്കാൻ പലരെയും തഴഞ്ഞു. അതിൽ ഒരാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് കുമാർ. അദ്ദേഹം 3 വട്ടം കോഴിക്കോട് നോർത്ത് MLA ആണ്. അദ്ദേഹം 4ാം വട്ടവും കോഴിക്കോട് നോർത്ത് MLA ആകും എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത്. അദ്ദേഹത്തിനെ ഒഴിവാക്കിയതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢ നീക്കം തന്നെ CPIM-ൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണൂർ ലോബിക്ക് അദ്ദേഹത്തിനെ കണ്ടുകൂടാ. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരുമകനെ, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തെ T. ജയരാജനും KK ശൈലജയും ഒക്കെ അതിശക്തമായി തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവർ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടും അർഹിക്കുന്ന അംഗീകാരമൊന്നും തരാൻ ശ്രമിക്കാതെ പകരം മരുമകൻ മുഹമ്മദ് റിയാസിനെ, അതായത് പിണറായിയുടെ മരുമകനാണെന്ന ഒറ്റ ക്വാളിഫിക്കേഷനാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് സ്ഥാനം കിട്ടാനുള്ള കാരണമായി കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഒരു തവണ MLA ആയ ഒരു വ്യക്തി, അതുമാത്രമല്ല അദ്ദേഹത്തിന് താൽക്കാലികമായി അങ്ങനെ പോസ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമായിരുന്നു. ഇവിടെയാണ് എം.ബി. രാജേഷ് അതിശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. എം.ബി. രാജേഷ് നമുക്കറിയാം, തൃത്താലയിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എം.ബി. രാജേഷ് വലിയ തോതിൽ ഔദ്യോഗിക പിന്തുണയൊന്നും ലഭിച്ചില്ലെങ്കിൽ പോലും പിണറായിയുമായി ഇടഞ്ഞു നിൽക്കുന്ന വിമത നീക്കത്തിൻ്റെ അതിശക്തമായൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ വലിയ ഒരു പ്രതിഫലനമായി മാറിക്കഴിയും. നമുക്കറിയാം, MA ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവി പോലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാകാതിരിക്കാൻ ഒടുവിൽ പിണറായിക്ക് സമ്മതിക്കേണ്ടി വന്നതാണ്. വാസ്തവത്തിൽ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ പിണറായി കളിച്ച നാണംകെട്ട കളികൾ VS-ൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്നതാണ്. പിണറായിക്ക് അത്ര വ്യക്തമായൊരു ഇമേജൊന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയെ വലിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളായി അതിനുവേണ്ടി കുപ്പായം തച്ച് ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിൽ ആകുന്നത്. പിന്നീട് അദ്ദേഹം നിലയുറപ്പിക്കുകയായിരുന്നു. വലിയ തോതിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ എതിർത്തു എന്നുള്ളത് ശരിയാണെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റിൽ അദ്ദേഹം അനുകൂലമായതിന് പല ഘടകങ്ങളുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും LDF-ന് കേവല ഭൂരിപക്ഷം ലഭിച്ചു. അതിൻ്റെ ഒരു തനി ആവർത്തനം ഉണ്ടാകും. അതാണ് പിണറായി 3.0 എന്നാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ പറയുന്നതെങ്കിൽ പോലും മരുമകൻ്റെ ഈ വലിയ തോതിലുള്ള അമിതാവേശം അത് എല്ലാ രീതിയിലും പാർട്ടിയെ പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് CPIM-ൽ വിമത ശബ്ദം അതിശക്തമായി ഉയർത്തിക്കൊണ്ട് പലരും പറയുന്നത്.